ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ ഹൃദ്യമായി വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കിടയാകട്ടെ. അതിലെ ആത്മീക ചിന്തകൾ പ്രാർത്ഥനാപൂരിതമാകട്ടെ, ധ്യാനപൂരിതമാകട്ടെ എന്ന് ആമുഖമായിട്ട് ആശംസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന സങ്കീർത്തന വചസ്സുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിന് അനുഗ്രഹമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിൽ നമ്മൾ ധാരാളം പുതിയ ചിന്താധാരകളും വിജ്ഞാന വീഥികളും ഉൾക്കൊള്ളുന്നതിനിടയിൽ അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന സങ്കീർത്തന വാക്കുകൾ നമുക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. 22 സങ്കീർത്തനം 23, 24 വാക്യങ്ങൾ. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുവീൻ, യാക്കോബിൻ്റെ സകല സന്തതികളുമേ അവനെ മഹത്വപ്പെടുത്തുവീൻ, ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളുമേ അവനെ ഭയപ്പെടുവീൻ. പീഡിതൻ്റെ കഷ്ടത അവൻ അവഗണിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കിയത്രേ ചെയ്തത്. പീഡിതൻ്റെ കഷ്ടത അവൻ അവഗണിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. സങ്കീർത്തന മാതിരിയുടെ 72 എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയുമാണ്. ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് സാക്ഷിച്ചു പറഞ്ഞ ദാവീദ് 23 വാക്യത്തിൽ തുടർന്ന് പറയുകയാണ്, തൻ്റെ സാക്ഷ്യത്തോടൊപ്പം, തൻ്റെ പ്രമാണത്തോടൊപ്പം, തൻ്റെ മനോഭാവത്തോടൊപ്പം ബാക്കിയുള്ളവരും കടന്നു വരണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തെന്ന് പരിതപിച്ച് പരാതിപ്പെട്ടു തുടങ്ങിയ ദാവീദ്, അദ്ദേഹം ആത്മാവിൽ ശക്തിപ്പെട്ട് ബലപ്പെട്ട് സ്വയം സാക്ഷിച്ച് മറ്റുള്ളവരോട് സാക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ പല തലങ്ങളുണ്ട്. ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഫിഗറേഷൻ എന്നീ 3 തലത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുന്നത്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ചേഞ്ച്, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്കുള്ള മാറ്റം, മനോഗതിയിലുള്ള മാറ്റം. ഒരു ചെടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റി നടുമ്പോഴുള്ള ഒരു മാറ്റം. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആ മാറ്റി നടപ്പെട്ട സ്ഥലത്ത് ആ ചെടി അതിനെ അതിജീവിച്ചുകൊണ്ട് വളരുകയാണ്, പുതിയൊരു സ്ഥലത്ത് വളരുകയാണ്. ഇല പൊഴിയും, പൂക്കൾ പൊഴിഞ്ഞു വീഴും, അല്ലെങ്കിൽ വളർച്ച ഒന്ന് ചെറിയ രീതിയിൽ മുരടിക്കും. പക്ഷേ ആ സാഹചര്യത്തോട് ബന്ധപ്പെട്ട് ആ ഒരു ചെടി വളർന്നു വരികയാണ്. ട്രാൻസ്ഫിഗറേഷൻ എന്ന് വെച്ചാൽ എന്താണോ ലക്ഷ്യമാക്കുന്നത്, മറുരൂപം എന്ന് പറയുന്ന തലം. പൂക്കളുണ്ടാകുന്നു, കായ്കളുണ്ടാകുന്നു. ഫിസിക്കൽ ചേഞ്ചസ് മാത്രമല്ല, ആത്മീകമായ മാറ്റങ്ങളും ഉണ്ടാകുന്നു. ആയതുപോലെ ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കാണുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഫിഗറേഷൻ, അതായത് ഒരു ഔന്നത്യത്തിലേക്ക് എത്തുകയാണ്. ആ ഗ്രാഫ് താഴെ നിന്ന് മുകളിലേക്ക് പോകുകയാണ്. ഘട്ടം ഘട്ടമായി ദൈവത്തോട് സമീപിക്കുവാനുള്ള ഒരാഹ്വാനം നൽകുകയാണ്. അതുകൊണ്ടാണ് ചെറുപ്രായം തൊട്ട് യഹൂദന്മാർ ഈ സങ്കീർത്തനം കുഞ്ഞുങ്ങളെ വായിച്ചു പഠിപ്പിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഘട്ടം ഘട്ടമായി വിശ്വാസത്തിൽ ഉയരുവാനും വളരുവാനുമുള്ള ഒരു ആഹ്വാനം അവിടെ നൽകുന്നുമുണ്ട്. ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും ദൈവനാമം, സഭാമധ്യേ ഞാൻ സ്തുതിക്കുമെന്ന് പറഞ്ഞ ദാവീദ്, യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുവീൻ, യാക്കോബിൻ്റെ സകല സന്തതികളുമേ അവനെ മഹത്വപ്പെടുത്തുവീൻ, ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളുമേ അവനെ ഭയപ്പെടുവീൻ എന്ന് പറയുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം, താൻ സ്തുതിച്ചതുപോലെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവൻ ആവശ്യപ്പെടുന്നത് ദൈവത്തെ സ്തുതിക്കാത്തവരോട് അല്ല, ഭക്തിയില്ലാത്തവരോടല്ല, പ്രാർത്ഥിക്കാത്തവരോടല്ല.
പ്രാർത്ഥിക്കുന്നവരോട്, യഹോവ ഭക്തന്മാരോട് ദാവീദ് ആവശ്യപ്പെടുകയാണ്, യഹോവ ഭക്തന്മാരെ നിങ്ങൾ യഹോവയെ സ്തുതിക്കുവീൻ, അവനെ മഹത്വപ്പെടുത്തുവീൻ എന്ന്. ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞവർക്ക് മാത്രമേ ആ ലെവലിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ആയതുപോലെ ഇവിടെ സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ഉപദേശം മാത്രമല്ല, ഭക്തന്മാരോടും ഉപദേശം കൊടുക്കുകയാണ്. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുവീൻ. അപ്പോൾ ആ ഒരു വാചകത്തിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഭക്തി എനിക്ക് മാത്രമല്ല, ഞാനല്ലാതെ ഭക്തിയുള്ള അനേകരുണ്ട്. അതൊരു തിരിച്ചറിവാണ്. പലപ്പോഴും നമ്മൾക്ക് തിരിച്ചറിയാതെ പോകുന്ന കാര്യം ഇതാ. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ദൈവത്തെ വിളിക്കും, നമ്മൾ നന്മ ചെയ്യുമെന്നൊക്കെ നമ്മൾ പലപ്പോഴും അഭിമാനിക്കാറുണ്ട്. എന്നാൽ നമ്മെപ്പോലെ തന്നെ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ വിളിക്കുന്നവരും നന്മ ചെയ്യുന്നവരും ഉണ്ടെന്ന് സാക്ഷിക്കുവാനോ പറയാനോ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. ഇവിടെ യഹോവയുടെ ഭക്തന്മാരെ എന്ന് തന്നെ വിളിക്കുന്നു. ഒരുവൻ ഭക്തനാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒരുവൻ കപടഭക്തനാണെങ്കിൽ അപരനും കപടഭക്തനാണെന്ന് തോന്നിപ്പോകും. ഒരുവൻ കള്ളനാണെങ്കിൽ മറ്റുള്ളവനും കള്ളനാണെന്ന് തോന്നിപ്പോകും. ഒരുവൻ കളിപ്പീരുകാരനാണെങ്കിൽ അപരൻ നന്മ ചെയ്താലും അവനും തന്നെപ്പോലെ കളിപ്പിക്കുന്നവനാണ്, വ്യർത്ഥമായി ജീവിക്കുന്നവനാണെന്ന് തോന്നിപ്പോകും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുവീൻ എന്ന് പറയുമ്പോൾ ഭക്തന്മാരെ മാനിക്കുന്നുണ്ട്, വ്യക്തിത്വത്തെ മാനിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി വലുതാണ്. അവനവൻ എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കുന്നതിലോ എത്തുന്നതിലോ അല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ അടിത്തറയെന്ന് പറയുന്നത്. അപരൻ്റെ വ്യക്തിത്വം എത്രമാത്രം വലുതാണെന്നും ശ്രേഷ്ഠമാണെന്നും മനസ്സിലാക്കുന്നതിലൂടെയും അതിനെ സംരക്ഷിക്കുവാനും അതുറക്കെ പറയുവാനും തയ്യാറാകുന്നതിലൂടെയുമാണ് യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ഒരു പരിച്ഛേദവും സ്ഥിതി ചെയ്യുന്നത്. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുവിൻ. ദാവീദ് സ്വയം തിരിച്ചറിയുന്നു, യഹോവയുടെ ഭക്തന്മാരെ തിരിച്ചറിയുന്നു, അവരുടെ മാഹാത്മ്യം തിരിച്ചറിയുന്നു. അവർ നന്മയുള്ളവരും ഭക്തരുമാണെന്ന് തൻ്റെ സമൂഹത്തിലുള്ളവരെക്കുറിച്ച് സാക്ഷിക്കുന്നു. നമ്മളും അതിലേക്ക് തിരിച്ചു വരണം. ഭക്തനെ ഭക്തനെന്ന് തന്നെ പറയണം, അഭക്തനെ അഭക്തനായിട്ട് തന്നെ കാണണം. തെറ്റ് ചെയ്യുന്നവനെ അവൻ്റെ തെറ്റിൻ്റെ ആഴം തുറന്നു കാണിക്കണം, അവനോട് തന്നെ പറയണം, തിരുത്തണം. വീണ്ടും യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുവിനെന്ന് പറയുമ്പോൾ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. കാരണം ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എൻ്റെ സഹോദരൻ ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദരൻ അവിശ്വാസിയും ദ്രവ്യാഗ്രഹിയുമായിട്ട് കാര്യമില്ല. ഞാൻ നന്മ ചെയ്യുമ്പോൾ എൻ്റെ സഹോദരൻ തിന്മ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് പ്രസക്തിയില്ല. ബെർഡിയാസ് എന്ന ചിന്തകൻ ഏദൻ തോട്ടത്തിലെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ നിന്ന് തള്ളപ്പെട്ട മനുഷ്യവർഗം, ആദാമിനും ഹവ്വായ്ക്കും കായേനും ഹാബേലും ഉണ്ടായി. ഹാബേൽ കായീനാൽ കൊല്ലപ്പെടുന്നു. അസൂയ പൂണ്ട കായീൻ്റെ സ്വാർത്ഥതയ്ക്ക് വിധേയനായി ഹാബേൽ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അതിനുശേഷമുള്ള ഒരു ചിന്താധാരയാണ് ബെർഡിയാസ് പങ്കുവയ്ക്കുന്നത്. നിഷ്കളങ്കനായി സ്വർഗത്തിലെത്തപ്പെട്ട ഹാബേലിനോട് ദൈവം ചോദിക്കുകയാണ്, ഹാബേലെ, നിന്റെ സഹോദരൻ എവിടെ? ആദ്യഘട്ടത്തിൽ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് കൊലയാളിയായ കായീനോട് ദൈവം ചോദിക്കുന്നു, കായീനെ, നിന്റെ സഹോദരൻ എവിടെ? അവൻ കൊലയാളിയായതിനാൽ ദൈവശാപം ഏറ്റുവാങ്ങി നോദ് ദേശത്ത് പാർത്ത് ശാപഗ്രസ്തനായി ജീവിക്കേണ്ടി വന്ന കായീൻ്റെ അനുഭവം വളരെ നൊമ്പരകരമായിരുന്നു. ബെർഡിയാസ് ചിന്തിക്കുകയാണ്, അതിനപ്പുറമായിട്ട് വേറൊരു തലത്തിൽ ചിന്തിക്കുന്നു. ദൈവം ഹാബേലിനോട് ചോദിക്കുന്നു, ഹാബേലെ, നിന്റെ സഹോദരൻ കായീൻ ഇപ്പോൾ എവിടെയാണ്? അവനവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ, ശാപഗ്രസ്തനായിരിക്കുമ്പോൾ നീ നേടിയ സ്വർഗാവസ്ഥയ്ക്ക് എന്ത് പ്രസക്തി എന്ന് ബെർഡിയാസ് തൻ്റെ ചിന്താധാരയിലൂടെ ഉയർത്തി കാണിക്കുന്നു. ആ ചിന്താധാരയുടെ ആഴവും വേദശാസ്ത്രവും ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല.
പക്ഷേ നമ്മൾ തന്നെ ചിന്തിക്കണം. ഈ വേദവാക്യത്തിൽ പറയുന്നത് യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ. നമ്മൾക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം, നമ്മൾക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, നമ്മൾക്കൊരുമിച്ച് നന്മ ചെയ്യാം, ഒരുമിച്ച് ക്രിയാത്മക ബുദ്ധിയോടെ മുൻപോട്ട് പോകാം. ഞാൻ ക്രിയാത്മക ബുദ്ധിയോടെ മുൻപോട്ട് പോകുകയും നിങ്ങൾ നിഷ്ക്രിയരായിരിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ നിഷ്ക്രിയരായി ആ ഒരു സാഹചര്യം കൂടെ മുതലെടുത്ത് ഞാൻ ക്രിയാത്മകമായി പ്രവർത്തിക്കുക എന്നുള്ളതല്ല. ഒരുമിച്ച് ഒത്തുചേർന്നുള്ള ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മുടിയൻ പുത്രൻ്റെ ഭവനത്തിൽ എല്ലാവരും സമർപ്പിതരും കഠിനാധ്വാനികളുമായിരുന്നു. സാത്താൻ കറങ്ങി നടന്നു, എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പറ്റണം. അവൻ കയറിപ്പറ്റി, ഇളയ മകനിൽ കയറിപ്പറ്റി. അവൻ ബലഹീനനാണെന്ന് തിരിച്ചറിഞ്ഞു. അവനിൽ കയറിപ്പറ്റി അവനെ കൊണ്ട് പിതാവിൻ്റെ വീതം ചോദിപ്പിക്കുന്നു. തൻ്റെ അവകാശം തരണമെന്ന് പറയുന്നു. അവകാശം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കാൻ പ്രേരിപ്പിക്കുന്നു, അത് നശിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. സാത്താൻ്റെ ഒരു പ്രേരണ അതാ. അവനിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ദുരാത്മാവിൻ്റെ പ്രത്യേകത അതാ. ഓരോ ഭവനത്തിലും നിൽപ്പുണ്ട്. ആരിൽ കയറണമെന്ന് അവന് നന്നായിട്ടറിയാം. ദുരാത്മാവിൻ്റെ പ്രത്യേകത, ആരാണോ ബലഹീനനായിട്ടുള്ളത് അവനിൽ കയറും. അവനെ കൊണ്ട് ആ കുടുംബത്തെ നശിപ്പിക്കാനുള്ളതൊക്കെ ചെയ്യും. ചില കുടുംബങ്ങളിലുണ്ട്, എല്ലാം നല്ലതാണ്, ജോലിയുണ്ട്, കൂലിയുണ്ട്, സമ്പത്തുണ്ട്, മക്കളൊക്കെ മിടുക്കര. ഏതെങ്കിലും ഒരുത്തൻ മാത്രം ഒരു ബലഹീനൻ കാണും. ആ ബലഹീനനിലൂടെ ആ കുടുംബത്തെ മൊത്തം തകർക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും ഞങ്ങളെല്ലാം പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നന്മ ചെയ്യുന്നു, പഠിച്ചിട്ടുണ്ട്, നല്ല കുടുംബമാണ്. പക്ഷേ ഈ നല്ല കുടുംബമെന്നുള്ള മഹിമയും വിദ്യാസമ്പന്നരാണെന്നുള്ള പേരും പ്രശസ്തിയും ഒക്കെ നശിപ്പിക്കാൻ ഒരാൾ മതി. ഒറ്റയൊരുത്തലിലൂടെ സമാധാനം മൊത്തം പോകും. ഒറ്റയൊരുത്തലിലൂടെ കുടുംബം മൊത്തം തകർക്കപ്പെടും. ഒരുവൻ വഴിതെറ്റിയാൽ മതി എല്ലാവരെയും കൊന്നൊടുക്കുവാനും നശിപ്പിക്കാനും അതുതന്നെ ധാരാളമാണ്. തലതിരിഞ്ഞു പോയ എത്ര എണ്ണം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ടുണ്ട്. നശീകരണ ചാലകങ്ങളായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളിത് പ്രത്യേകിച്ച് ഓർക്കണം. അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടി ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുവീൻ. അതെ, എൻ്റെ സ്തുതിയോട് ചേർന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കും. പക്ഷേ നിങ്ങളുടെ ദൈവത്തെ സ്തുതിക്കണം. എൻ്റെ സ്തുതിഘോഷം മാത്രം ഉയർന്നാൽ പറ്റത്തില്ല, നിങ്ങളുടെ പ്രാർത്ഥനാസുരവും ഉയരണം. എൻ്റെ പ്രാർത്ഥനാസുരം ഉയരുമ്പോൾ എൻ്റെ സമീപത്തുള്ളവൻ്റെ കാഠിന്യമുള്ള സ്വരവും തെറിവാക്കുകളും ശാപവാക്കുകളും സ്തുതിവാക്കുകളാക്കി മാറ്റപ്പെടണം. ഞാൻ സ്തുതിഗീതം ഉയർത്തുമ്പോൾ സമീപത്തുള്ളവൻ ശപിക്കുകയും ദുഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് പ്രസക്തിയൊന്നുമില്ല. ദൈവനാമം അവിടെ ഘോഷിക്കപ്പെടുന്നില്ല. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുവീനെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ചിന്തിക്കണം, സ്തുതിച്ചത് ഞാനോ നിങ്ങളോ മാത്രമല്ല. നമ്മൾ അറിയാത്ത ഒരു കൂട്ടം ആളുകൾ വേറെ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. മാലാകമാരുടെ സ്തുതിഗീതങ്ങളുണ്ട്, വിശുദ്ധന്മാരുടെ സ്തുതിഗീതങ്ങളുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ളവരുടെ സ്തുതിഗീതങ്ങളുണ്ട്. ആ ഒരു ശ്രേണിയിലേക്ക് നമ്മൾ ചേർക്കപ്പെടുകയാണ്. അതായത് വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ ഒരു ശ്രേണിയിലേക്ക് നമ്മൾ ചേർക്കപ്പെടുകയാണ്. യഹോവയുടെ ഭക്തന്മാരെ അവനെ സ്തുതിക്കുമെന്ന് പറയുമ്പോൾ അതിനൊരു ഡിസിപ്ലിനുണ്ട്, ഒരു വഴിത്താരയുണ്ട്, ഒരു നല്ലൊരു ശ്രേണിയുണ്ട്. ആ ശ്രേണിയിൽ നിന്നുകൊണ്ട് ക്രമം തെറ്റാതെ ദൈവത്തെ സ്തുതിക്കണം. ക്രമം തെറ്റി സ്വാർത്ഥതയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിപ്പല്ല വേണ്ടത്. ക്രമീകൃതമായൊരു സ്തുതിപ്പ് വേണം. സ്തുതിക്കും സ്തോത്രത്തിനും പോലും ഒരു ക്രമമുണ്ട് പ്രിയമുള്ളവർ. സുറിയാനി ക്രിസ്ത്യാനികൾ, സത്യവിശ്വാസികളായിട്ടുള്ളവർക്കൊക്കെ തന്നെ ആരാധനയ്ക്കൊരു ക്രമമുണ്ട്. അതിനെ ആരാധനാക്രമം എന്നാണ് പറയുന്നത്. ഒരു തക്സായുണ്ട്, അതിനും ഒരു ഡിസിപ്ലിനുണ്ട്. അതായത് ഭക്തന്മാർ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അതുവിധം പറഞ്ഞല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഒരു ക്രമീകൃതമായൊരു അനുഭവമുണ്ട്. ആ സ്തുതിപ്പുകളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കണം, സ്തോത്രം ചെയ്യുവാൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് ദാവീദ് നൽകുന്നത്. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ. ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ ദാവീദ് മറ്റ് ദൈവഭക്തന്മാരോട് പറയുകയാണ്. പ്രാർത്ഥിക്കാത്തവരല്ല, ഭക്തന്മാരോട് തന്നെ പറയുകയാണ്, ഭക്തന്മാരെ യഹോവയെ സ്തുതിക്കണം. 2, യഹോവ ഭക്തന്മാരെ യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും അറിയാത്ത ഭക്തന്മാർ ഒത്തിരി പേരുണ്ട്. ഭക്തന്മാരെ കണ്ടെത്തണം, ഭക്തന്മാരുടെ ജീവിതചര്യ പിന്തുടരണം. അതിനുള്ളൊരു ആഹ്വാനം.
യഹോവയുടെ ഭക്തന്മാരെ അവനെ സ്തുതിക്കുമെന്ന് പറയുമ്പോൾ സ്തുതിക്കാത്തവരും ഭക്തിയുടെ തലത്തിലേക്ക് കടന്നു വരണം. സ്തുതിക്കുവാനുള്ള സ്തുതിഗീതങ്ങൾ എല്ലാവരിലും ഉണ്ടാകണം. അതിൻ്റെ ഒരു ക്രമമുണ്ടാകണം, ഒരച്ചടക്കമുണ്ടാകണം. ആ ഡിസിപ്ലിൻ്റെ ഭാഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ യഹോവ ഭക്തന്മാരുടെ സ്തുതിഗീതങ്ങൾ സ്വാർത്ഥരഹിതമായിരിക്കും, കാപട്യരഹിതമായിരിക്കും, ദൈവഹിതപ്രകാരമായിരിക്കും, ദൈവം സന്തോഷിക്കുന്നതായിരിക്കും. നമ്മളുടെ സ്തുതിയും സ്തോത്രവും ദൈവത്തിന് സന്തോഷമില്ലാത്തതാണെങ്കിൽ, ദൈവനാമം മഹത്വപ്പെടാത്തതാണെങ്കിൽ, ദൈവനാമം ദുഷിക്കപ്പെടുന്നതാണെങ്കിൽ അത് സ്തുതിയല്ല, അത് വേറെന്തെങ്കിലുമായിരിക്കും. യഹോവ ഭക്തന്മാരെ യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറയുമ്പോൾ അതൊരു തുടർച്ചയായ സ്തുതിക്കുള്ള സ്തുതിഗീതം അർപ്പിക്കുവാനുള്ള ഒരാഹ്വാനമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നത് താൽക്കാലിക കാലത്തേക്കായിരിക്കും. ഭക്തന്മാരുടെ സ്തുതിഗീതം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു തുടർച്ചയായിട്ടുള്ളതാണ്. മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്നത് കാലദേശ ഭേദങ്ങൾക്കപ്പുറമാണ്. ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മഹത്വപ്പെടുത്തലിൻ്റെ സ്വരവീജിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. സ്രാപ്പികളെ കണ്ടേശായ ഹാലേലൂയ ഹാലേലൂയ ബിസ്കുദിശായിൻ നിൻ മുൻപിൽ ബാറയ്ക്കുമോർ കുറിയേലായ്സോൻ അട്ടഹസിക്കുന്നിരു ചിറകും കൊട്ടിയവർ നിന്നിട്ടേവം പരിശുദ്ധൻ നീ പരിശുദ്ധൻ പരിശുദ്ധൻ സ്തുതി നിൻ പക്കൽ. ഇതൊരു വലിയൊരു പ്രാർത്ഥനയാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതെപ്പോഴും നിലനിൽക്കേണ്ടതാണ്. ഭക്തിയില്ലാത്തവർ പ്രാർത്ഥിക്കാൻ വന്നാൽ, മനോശുദ്ധിയുള്ളവർ സ്തുതിപ്പാൻ നിന്നാൽ, അവരോടൊപ്പം സ്തുതിക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്തുതിപ്പും ബലഹീനമായിത്തീരും. ഇന്ന് പലപ്പോഴും ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലരുടെയും പിന്നാലെ പോകും. ദൈവമില്ലാത്തവരുടെ കൂടെ നിൽക്കും, വിശ്വാസമില്ലാത്തവരുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർത്തോണം, ചില സമയത്ത് ചില സാഹചര്യങ്ങളിലാകുമ്പോൾ മനുഷ്യന് പ്രാർത്ഥിക്കാൻ നേരം ഭയങ്കര ക്ഷീണമാണ്, ഉറക്കമാണ്, തളർച്ചയാണ്, പെട്ടെന്ന് തീർക്കണമെന്നുള്ളൊരാഗ്രഹമാണ്, അലങ്കോലപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് തീർക്കുകയാണ്. ചില സമൂഹത്തിൻ്റെ ചില പ്രത്യേകതയുണ്ട്. ഒരു മനപ്പൊരുത്തം വേണം, മനസ്സിൻ്റെ ഒരു ഐക്യം വേണം. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്ന ആദിമകാല ആരാധനയുണ്ടായിരുന്നു. അപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു അനുഭവം വേണം. അതിന് സഭാ ആരാധന വേണം, വ്യക്തിപരമായ ആരാധന വേണം, സമർപ്പിതമായ ആരാധന വേണം. അപ്പം അതാ പറഞ്ഞത്, വിശ്വസിച്ചവരുടെ കൂട്ടമൊക്കെ ഏക മനസ്സുള്ളവരായിരുന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തരോടൊപ്പം നമ്മളായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാത്തവൻ പോലും പ്രാർത്ഥിക്കും. നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയില്ലാത്തവൻ അവിടെ കടന്നു വന്നാൽ അവനും ദൈവത്തെ വിളിച്ചു ഘോഷിക്കും. അതേസമയം ഭക്തിയില്ലാത്തവൻ്റെയും ദൈവത്തെ അറിയാത്തവൻ്റെയും പ്രാർത്ഥനയുടെ അടുത്തേക്ക് ഭക്തിയുള്ളവന് കടന്നു വരാൻ പറ്റത്തില്ല. അവന് വേദനകളും നൊമ്പരങ്ങളും ഉണ്ടാകും, അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഇന്ന് നമ്മളുടെ പ്രാർത്ഥനാ കൂട്ടത്തിലും സമൂഹത്തിലുമൊക്കെ പലരും കടന്നു വരാത്തത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥിക്കുന്നവർ പോലും നമ്മളുടെ കൂട്ടത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥിക്കുന്നതിൽ അലസത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരല്പസമയം പാട്ടുപാടാനോ പ്രാർത്ഥിക്കാനോ പറയുമ്പോൾ അതിനൊരു ആത്മീകമായ ഉണർവില്ലാത്തത് എന്തുകൊണ്ടാണ്? ഒരു നല്ല പാട്ട് പാടാൻ പോലും ശബ്ദം ഉയർത്താത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കണം. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടുന്നതും സാമൂഹ്യ ആരാധന നഷ്ടപ്പെടുന്നതും ആരാധനയുടെ വെണ്മ നഷ്ടപ്പെടുന്നതും മനപ്പൊരുത്തം ഉള്ളവരുടെ കൂടിച്ചേരലുകളുടെ കുറവ് കൊണ്ടുകൂടിയാണ്. അതിനുവേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം. പലരെയും ചേർത്ത് നിർത്തണം, വിശുദ്ധിയിലാകുവാൻ പ്രേരിപ്പിക്കണം, നന്മയിലാകുവാൻ പ്രേരിപ്പിക്കണം. വീണ്ടും ഇതിൻ്റെ അകത്തിൽ വായിക്കുന്നു, യാക്കോബിൻ്റെ സകല സന്തതികളുമേ അവനെ മഹത്വപ്പെടുത്തുവീൻ,
ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളുമേ അവനെ ഭയപ്പെടുവീൻ. യാക്കോബിൻ്റെ സകല സന്തതികളുമേ അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളുമേ അവനെ ഭയപ്പെടുവീൻ. രണ്ട് കാര്യങ്ങൾ അതിൽ പറയുന്നത്. യാക്കോബിൻ്റെ സകല സന്തതികളെന്ന് പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളെന്നും പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഗോത്രപിതാവാണ് യാക്കോബ്. യാക്കോബ് എന്നുള്ള പേരിൻ്റെ അർത്ഥം ഉബായി എന്നായിരുന്നു. എന്നാൽ അവൻ ദൈവദൂതനോട് പോരടിച്ച് ബലപ്രയോഗം നടത്തി ആത്മശക്തി പ്രാപിച്ച് അവൻ ഇസ്രായേൽ എന്നുള്ള പേര് പ്രാപിച്ചു. ഇസ്രായേൽ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പടയാളി എന്നർത്ഥം. സോൾജർ ഓഫ് ഗോഡ്, മിഷണറി ഓഫ് ഗോഡ്. അതായത് ഉബായ് എന്ന പേരുള്ളവൻ ദൈവത്തിൻ്റെ പടയാളിയാക്കി മാറ്റപ്പെടുകയാണ്, വിശ്വസ്തനായി മാറ്റപ്പെടുകയാണ്. അത് പ്രാർത്ഥനയിൽ നിറവേറുന്ന ഒരു വലിയ സംഗതിയാണ്. അപ്പം യാക്കോബിൻ്റെ സന്തതികളെ, ഇസ്രായേലിൻ്റെ സന്തതികളെ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. യാക്കോബിൻ്റെ സന്തതികളെ നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇതൊക്കെ ടെർമിനോളജി ഒന്നാണെന്ന് തോന്നിയാലും അതിന് ചില ആഴങ്ങളുണ്ട്, പരപ്പുണ്ട്. യാക്കോബിൻ്റെ സകല സന്തതികളുമേ അവനെ മഹത്വപ്പെടുത്തുവീൻ. അതെ, നിങ്ങൾ ശ്രേഷ്ഠരും വലിയവരുമൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും യാക്കോബ് എന്ന് പറയുന്ന ഒരു തലം കൂടിയുണ്ട്. ഉപായത്തിൻ്റെ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്, ബലഹീനതകളുടെ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. അങ്ങനെയുള്ളവർ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിനക്ക് കുറവും ബലഹീനതകളും ഉണ്ടെങ്കിലും നീ ദൈവത്തെ മഹത്വപ്പെടുത്തണ്ട എന്ന് ദൈവം പറയുന്നില്ല. യാക്കോബിൻ്റെ സകല സന്തതികളുമേ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. യാക്കോബിൻ്റെ സന്തതികളുടെ മഹത്വ പ്രാർത്ഥന കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൂതന്മാർ കോടാനുകോടികളുണ്ടെങ്കിലും ദൈവം നമ്മുടെ പ്രാർത്ഥനയും ഇഷ്ടപ്പെടുന്നുണ്ട്. കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ, ഗോളങ്ങൾ അനേകം സൃഷ്ടിച്ചവൻ, രഹസ്യവും പരസ്യവുമായ അനുഭവത്തിലൂടെ ലോകത്തെ നയിക്കുന്നവൻ, സർവത്തിൻ്റെയും അധിപൻ, അവന് നമ്മുടെ സ്തുതിഗീതം താല്പര്യമാണ്. യാക്കോബിൻ്റെ സകല സന്തതികളുമേ അവനെ മഹത്വപ്പെടുത്തുവീൻ. ആരുടെ മുൻപാകെ മഹത്വപ്പെടുത്തണം? ഹൃദയംഗമായി മഹത്വപ്പെടുത്തണം, സമൂഹത്തിൽ മഹത്വപ്പെടുത്തണം. ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളുമേ അവനെ ഭയപ്പെടുവീന്നും കൂടി പറയുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നും ദൈവത്തെ ഭയപ്പെടുക എന്നും പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളുമേ. യാക്കോബ് എന്ന അവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു വിഭാഗം. ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളുമേ അവനെ ഭയപ്പെടണം. ഞാൻ മല്ലടിച്ച് പോരുകെട്ടി ദൈവത്തിൻ്റെ പടയാളിയായവനാ. യാക്കോബ് ഇസ്രായേലായി മാറ്റപ്പെട്ടു. ലൂസിൽ വെച്ച് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി. ദൈവദൂതനുമായി മൽപ്പിടുത്തം നടത്തി. ഇസ്രായേലായി. നിന്റെ പിതാവ് ഇസ്രായേലാണെങ്കിലും, നീ ഇസ്രായേലിൻ്റെ സന്താനമാണെങ്കിലും, ദൈവത്തിൻ്റെ പോരാളി എന്ന് പേരണിഞ്ഞവൻ്റെ പിൻതലമുറക്കാരനാണെങ്കിലും നീ ദൈവത്തെ ഭയപ്പെടണം. ഒരു പോരാളിക്ക് ഭയപ്പെടാനൊന്നുമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ ധീരനും വീരനുമാകണം, അവൻ ശക്തനാകണം. പക്ഷേ എന്നാലും നീ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുക എന്ന് വെച്ചാൽ ഓർത്തോണം, ഒരു പേടിത്തൂറിയുടെ പേടിയല്ല. മാലാഖമാർക്കും ദൈവത്തെ ഭയമുണ്ട്, സാത്താനും ദൈവത്തെ ഭയമുണ്ട്. സാത്താൻ്റെ ഭയം എന്ന് വെച്ചാൽ ഭീതിയാണ്, നിരാശയാണ്. ദൈവത്തിൻ്റെ അതിശക്തമായ അനുഭവങ്ങളെ ഓർത്ത് ഒരു വലിയ പേടിയുണ്ട് സാത്താന്. നശിപ്പിക്കുമോ എന്നുള്ള പേടിയുണ്ട്. പക്ഷേ മാലാഖമാരുടെ ഭയം എന്ന് പറയുന്നത് വിറയ്ക്കലില് ഭക്തിയുടെ മൂർധന്യത്തിൽ ഭക്തി കൊണ്ടവർ വിറയ്ക്കുകയാണ്. ഭൗതിക ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടും കണ്ണുനീര് വരും. സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കുന്നവരുടെ അടുത്തെത്തുമ്പോൾ സന്തോഷം കൊണ്ട് നമ്മൾ കരയും, ദുഃഖം കൊണ്ടും കരയും. സന്തോഷ കണ്ണുനീരുമുണ്ട്, സന്താപ കണ്ണുനീരുമുണ്ട്. ആയതുപോലെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ, ഇസ്രായേലെ ദൈവത്തെ ഭയപ്പെടുക, ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളുമേ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ
നീ ഒരു വലിയ റൂട്ടിൽ നിന്നുള്ളതാ, ഒരു ഒറിജിനിൽ നിന്നുള്ളതാ, ഒരു നല്ല സോഴ്സ് നിനക്കുണ്ട്. പക്ഷേ നീ ദൈവത്തെ ഭയപ്പെടണം. മാലാഖമാർ വിറയ്ക്കുന്നത് പോലെ ഭക്തിയുടെ കുളിർമഴയായി നിന്റെ ഭയം വരണം. ദൈവത്തെ ഭയപ്പെടുന്നത് മൂലം പശ്ചാത്താപമുണ്ടാകണം. പശ്ചാത്താപവും നിറഞ്ഞ നന്മയും നന്ദിയും ഉണ്ടാകണം. നന്ദി ചൊല്ലി തീരുവാൻ ഈ ജീവിതം പോരാ എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കണം. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. യാക്കോബിൻ്റെ സകല സന്തതികളുമേ അവനെ മഹത്വപ്പെടുത്തുവേ. ഉബായുടെ പാരമ്പര്യത്തിലും ചിന്താധാരയോടുമുള്ള ആളുകൾ കാണാം. എന്നാലും നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മളുടെ പശ്ചാത്തലങ്ങളിൽ ഇങ്ങനെയുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇസ്രായേലിൻ്റെ സന്തതിയായി മാറി അവനെ ഭയപ്പെടണം. ദൈവത്തിൻ്റെ പോരാളിയായി മാറി പ്രവർത്തിക്കുവാനിടയാകണം. നിങ്ങൾ ഞാനുമായിരിക്കുന്ന സമൂഹത്തിൽ ദൈവത്തിൻ്റെ പടയാളികളായി, സമൂഹത്തിൻ്റെ പടയാളികളായി, സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പടയാളികളായി, നന്മയുടെ സംവേദകരായി, അനുഗ്രഹിക്കപ്പെട്ട സ്തുതികൾ അർപ്പിക്കുന്നവരായി തീരുവാൻ ഇടയായിത്തീരണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.